എന്ത് ആനന്ദകരമായ കാഴ്ച കണ്ടാലും 2 ദിവസം തിരക്കിടില്ല. നമ്മൾ ആദ്യപ്പരും റൂമൊക്കെ പോയി കാണുമ്പോൾ എന്താണ് ബീച്ചിലേക്ക് സൈറ്റ്, ഇപ്പുറത്ത് ഭയങ്കരമായ കാഴ്ചകൾ, അപ്പുറത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വീണ് പോകും. 2 ദിവസം 3 ദിവസം താമസിച്ചാൽ പറയും പോവുക, മടുത്തു, ഇനി ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോവുക. ഇത് ദുന്യാവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സറിയുന്ന സ്രഷ്ടാവായ റബ്ബ് ഉടനെ അതിനോട് ചേർത്ത് പറഞ്ഞു സ്വർഗം അങ്ങനെയല്ല, ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളായിരിക്കും, നിത്യവും വസിച്ചാലും ലാ യബ്ഗൂന അൻഹാ ഹിവലാ, ലാ യബ്ഗൂന അൻഹാ, അവരാ സ്വർഗം വിട്ടു പോകാൻ ആഗ്രഹിക്കൂല. ഹിവലൻ, ഒരു മാറ്റത്തിന് അവർ കൊതിക്കൂല. ഒരു മാറ്റം, ഒരു ചേഞ്ച്. ഇത് മടുത്തു. എത്ര വലിയ ഫുഡ് എന്നും ഒരേ ഫുഡ് കഴിച്ചാലോ, അഞ്ഞത് വേണ്ട, ഒരു കഞ്ഞിൻ്റെ വെള്ളം കിട്ടിയെങ്കിൽ, ഒരു കഞ്ഞിയും ചമ്മന്തിയും, അല്ലെങ്കിൽ ഒരു ചോറും മീൻകറിയും കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമ്പാറും ചോറും കിട്ടിയെങ്കിൽ എന്നൊക്കെ പറയും. എന്താ എന്നും ബിരിയാണി കഴിച്ചാൽ, അല്ലെങ്കിൽ എന്നും നമുക്ക് ഏറ്റവും നല്ല ഫുഡ് കഴിച്ചാലും. സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിൽ എന്ത് കിട്ടിയാലും അതിൽ നിന്നൊരു ചേഞ്ച് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു പ്രശ്നമല്ല. ആഗ്രഹം മനുഷ്യന് എന്ത് ആഗ്രഹിച്ചാലും അവിടെ കിട്ടുകയും ചെയ്യും. മടുത്തിട്ട് ഉള്ള ഒരു ചേഞ്ചിന് അവിടെ എന്തുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അതല്ല യബ്ഗൂന അൻഹാ ഹിവല. നമ്മളിപ്പോൾ എത്ര വെള്ളിയാഴ്ച ഈ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് ഓതി? ഇത് നമ്മൾ ഇതിക്കലുണ്ടോ? നമ്മളൊരോത്തിങ്ങനെ ഓതും. അപ്പൊ അവിടെ ചിന്തിക്കണേ, ലാ യബ്ഗൂന അൻഹാ. ഒന്ന് സമയം എടുത്തിട്ടൊന്ന് അൽ കഹ്ഫ് ഒരു നോക്കിയ വെള്ളിയാഴ്ച വല്ലാത്തൊരു ആനന്ദമായിരിക്കും. ഇതെങ്ങനെ പറയുമ്പോൾ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അതാ സ്വർഗം. നുസുലാന അപ്പുറത്ത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഫിർദൗസ് കിട്ടും. വല്ലാത്തൊരു വിരുന്ന് സൽക്കാരാണ് അവിടെ. എന്നും കിട്ടും, എന്നാലും മടുപ്പില്ല. അവിടുന്ന് ഒഴിവായി പോവുക, ഇവിടുന്ന് ഒന്ന് മാറുക, വേറെ എവിടേക്കെങ്കിലും ഒന്ന് പോവുക എന്നൊന്നും ആരും. ഒരു ചേഞ്ച് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. മടുത്തിട്ടാണ് ഈ ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ഒന്ന് ചേഞ്ചിന് ആഗ്രഹിക്കും. അവിടെ അതില്ല എന്നാണ്. അതാണ് ഹിവൽ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം അവരാഗ്രഹിക്കൂല. അതാണ് സ്വർഗം. സുഖങ്ങളുടെ കേദാരമാണ്. അല്ലാഹുമ്മ അദ്ഖിൽനാ അൽ ജന്ന യാ റബ്ബൽ ആലമീൻ. നിത്യവും ചോദിച്ചോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സ്വർഗത്തെ 3 തവണ ചോദിച്ചാൽ, നരകത്തിൽ നിന്ന് 3 തവണ കാവൽ തേടിയാൽ, സ്വർഗം അള്ളാഹിനോട് റെക്കമെൻഡ് പറയും, റബ്ബേ എന്നിൽ അയാളെ പ്രവേശിപ്പിക്കണേ. നരകം അള്ളാഹിനോട് പറയും, റബ്ബേ എന്നിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ചോദിക്കണം.